أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. صدق الله العظيم. ശരിയല്ലേ? പിന്നെ ഇവിടെ ദ്വാരക്കണേന് പൈസ വേണ്ട കേട്ടാ. അദ്ദേഹം പൈസ കൊടുന്നപ്പോൾ വേണ്ടായിരുന്നു. മരിച്ചവർക്ക് ദ്വാരക്കണേനെ ദ്വാരുന്നവന് പൈസ വേണ്ടാന്ന് പറയാം. ആ സമ്പ്രദായം ആരും തുടങ്ങരുത്. പിന്നെ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇന്ന ലാ നുളിയു അജ്റ മൻ അഹ്സന അമല എന്നാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് നല്ല അമലുകൾ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലത്തെ നാം കളഞ്ഞു കുളിക്കുകയില്ല, പാഴാക്കുകയില്ല. എന്നിട്ട് അവരുടെ ഒരു പ്രതിഫലം പറയാം. ഉലായിക്ക, അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടർ, ലഹും അവർക്കുണ്ട് ജന്നാത്തു അദിൻ, ശാശ്വതീകത്വ വാസമുള്ള തോട്ടങ്ങളുണ്ട്. അല്ലെങ്കിൽ അതിന് എന്നത് തോട്ടത്തിന്റെ പേരാണ് എന്നും അഭിപ്രായമുണ്ട്. എന്നെന്നും നിലനിൽക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഉദ്യാനങ്ങളുണ്ട്. തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ താഴ്ഭാഗങ്ങളിലൂടെ കളകളാരവും മുഴക്കി ഒഴുകുന്ന അരുവികളുമുണ്ട്. അരുവിയുള്ള തോട്ടം പ്രത്യേക രസമല്ല. എല്ലാവരും ടൂറ് പോണത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ. നിങ്ങളിടയ്ക്ക് പോകല്ലേ അല്ലേ? അല്ല, വിരോധമുള്ള കാര്യമൊന്നുമല്ലേ? അങ്ങനെ നല്ലൊരു അള്ളാഹുവിന്റെ സൗന്ദര്യവും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ സൗകര്യവും പ്രകൃതിയും, നല്ല കുന്നുമാമലകൾ, നല്ല വൃക്ഷങ്ങൾ, നല്ല പുഴകള്, ഇതൊക്കെ അങ്ങനെ കാണാനുള്ള രസമാണ്. മഴന്റെ ശബ്ദം വരെ യൂട്യൂബിലുണ്ട്. മഴന്റെ ശബ്ദം നമ്മൾ മഴയില്ലാത്ത സമയത്ത് ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ അതിമനോഹരമായ സംഗീതത്തേക്കാൾ രസം ഉണ്ടാവും ശബ്ദം വരുന്നത്. അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു പുഴ ഒഴുകുന്ന ആ സ്ഥലത്ത് കുറെ നല്ല തോട്ടങ്ങൾ, മരങ്ങൾ, അതിന്റെ ഇടയിൽ വലിയ കൊട്ടാരം, ഭയങ്കര രസമാണ്. സ്വർഗത്തിലെ തോട്ടങ്ങൾ പറയുന്നിടത്ത് മുഴുവനും അള്ളാഹു അതിമനോഹരമായ കാഴ്ചയാണ് വർണ്ണിച്ചത്. അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ നല്ല നല്ല പുഴകൾ ഒഴുകുന്നുണ്ട് എന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. ആ പുഴകൾ പാലിന്റെ പുഴയുണ്ട്, തേനിന്റെ പുഴയുണ്ട്, കള്ളിന്റെ പുഴയുണ്ട്. ഷാപ്പ് തിരഞ്ഞെടുക്കണ്ട. നമ്മൾ കരുതിയ മ്ലേച്ഛമായ കള്ളൊന്നല്ല കേട്ടോ, പേരിൽ മാത്രമേ കള്ളുള്ളൂ. ബേജാറാണ്ട, കള്ള് എന്നൊരു പേരിട്ടെന്ന് മാത്രം. ഇതും അതും തമ്മിൽ അജഗജാന്തരം തന്നെ, ആന ആട് എന്നുള്ള രീതിയിൽ. അജ എന്ന് പറഞ്ഞ ആട്, ഗജ ആന, ഒരു സാഹിത്യമാണ് അജഗജാന്തരം. അപ്പൊ അത് ഈ കള്ള് പേരിലേ ഉള്ളൂ, തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതിന്റെ ഒരു അംശവും അതിലുണ്ടാവില്ല. ഇക്കള്ളു കുടിച്ചാൽ മനുഷ്യനെ മനുഷ്യനാക്കണ എന്താണോ ആ ബുദ്ധി തകരലാണ്. അക്കള്ളു കുടിച്ചാൽ ബുദ്ധി വികസിക്കലാണ്. അള്ളാഹു ധാരാളം കുടിക്കാനുള്ള അവസരം തെറ്റാണ്. കുറച്ചെന്നെ കള്ളു കുടിക്കാനല്ല ഇപ്പൊ നിങ്ങൾ ദ്വാരുന്നത്. അതല്ല പിന്നെ എന്താ ചെയ്യും. ഏതായാലും അത് ദ്വാരക്ക കുഴപ്പമില്ല, നല്ല കള്ള. അപ്പൊ കള്ളിന്റെ പുഴന്നെ ഉണ്ടെന്ന് പറഞ്ഞു. യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ. അങ്ങനത്തെ 4 ഐറ്റം. നല്ല വെള്ളത്തിന്റെ പുഴയുണ്ട്, പാലിന്റെ പുഴയുണ്ട്, കള്ളിന്റെ പുഴയുണ്ട്, തേനിന്റെ പുഴയുണ്ട്. ഇവിടുന്ന് കുറച്ച് തേൻ കുടിച്ചാൽ പിന്നെ ഭൂമി കറങ്ങുന്നുണ്ടോടാന്ന് പറയാം. അങ്ങനെ കറങ്ങണായിട്ട് തോന്നും. അമിതമായി കുടിച്ചാലേ പക്ഷെ മന്ദപ്പ് വരും. ഇതാരാ മൂത്താപ്പി ആളാപ്പി? നിങ്ങൾ ഒരാളുള്ളൂന്ന് അറിയും, 2 ആൾ വരണായി തോന്നി നമുക്ക്. പക്ഷെ അവിടുത്തെ അവിടുത്തെ പുഴക്കാ പ്രശ്നമില്ല, അവിടുത്തെ തേനൊന്നും ആ പ്രശ്നമില്ല. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രഷ് അല്ലേ. അത് തേനീച്ചന്റെ പള്ളിയിൽ നിന്ന് വരുന്ന സൈസും അല്ല. യാ അല്ലാഹ്. അപ്പൊ അങ്ങനത്തെ പുഴകൾ തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ,
യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ, യുഹല്ലൗന ഫീഹാ മിൻ അസാവിർ. കേറിയ ഉടനെ എല്ലാവർക്കും സ്വർണത്തിന്റെ വളട്ട്. അസാവിർ എന്ന് പറഞ്ഞാൽ വളകൾ എന്നാണ്. യുഹല്ലൗന ധരിപ്പിക്കപ്പെടും സ്വർണത്തിന്റെ വള. ഇവിടുന്ന് ആറാമാണ്. ഇവിടുത്തെ സ്വർണ്ണമല്ല, അവിടുത്തെ സ്വർണം പേരിനേ ഉള്ളൂ. അതങ്ങോട്ട് ഇട്ടാൽ തന്നെ ലങ്കലും കൊണ്ട് വരുന്നതാണ്. വളം കണ്ടിട്ടാ അപ്പൊ കയറുമ്പോ തന്നെ ഇട്ട്. നമ്മൾ ഈ ചില സ്ഥലത്തൊക്കെ കയറുമ്പോ സംഘാടകരുണ്ടല്ലോ, നമുക്ക് കഴുത്തിൽ മാല ഇട്ടായിരുന്നു. അപ്പൊ മൂല്യര് മാല ഇട്ടെന്ന് പറയില്ലല്ലോ ഇപ്പൊ. അപ്പോ ബഹുമാനിച്ചിട്ടായിരുന്നു. അതുപോലെ മനോഹരമായ വള അതിങ്ങനെ ഇട്ടാണ്ട മേമുട്ടിയൊക്കെ മുഖത്ത് ലൈറ്റ് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് അയ്യാതി വള അങ്ങനത്തെ ചോദിച്ചു. അതൊന്നുമില്ല, ഇങ്ങനെ ഇട്ടിട്ട് എന്താണ് ആ ഇരുത്തെന്ന് പറയുന്നത്. കൊട്ടാരത്തിന് വലിയ ജാതി കൊട്ടാരല്ലേ. കൊട്ടാരത്തിന്റെ കോലൊക്കെ ഹദീസിൽ കാണാം. സ്വർണത്തിന്റെ ഇഷ്ടിക ഇങ്ങനെ വെച്ച് വെച്ചുണ്ടാക്കിയ കൊട്ടാരം. ഇടക്ക് സൗന്ദര്യത്തിന്റെ വെള്ളി, ഭയങ്കര ലംഘന പ്യൂർ വൈറ്റ് വെള്ളി അതിന്റെ അടിയിൽ. മേൽക്കൂര എന്ന് പറഞ്ഞ രത്നങ്ങള്. അതൊക്കെ കയറാനുള്ള സ്റ്റെപ്പാണെങ്കിലും മാണിക്യം. കുമായത്തിന് പകരം തേച്ചിട്ടുള്ളത് കുങ്കുമം. യാ അല്ലാ, പോണപ്പോ തന്നെ ആയാതി കൊട്ടാരാണ്. സുബ്ഹാനഹുവ. ഇതൊന്നും ബുഡൂസല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു. അവരെ നാവുന്ന ഒന്നാണത്. ഇതൊന്നും ബുഡൂസല്ല, ഇത് മായാമിക്ക് അതൊന്നുമല്ല, ഖുർആനാണ്. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ മനോഹരമായ വളകൾ. വയൽബസൂന, ഓല് ധരിക്കും, ഹുളുറൻ, വയൽബസൂന സിയാബൻ, വയൽബസൂന സിയാബൻ ഹുളുറ, പച്ച സൈസ് പ്രത്യേക വസ്ത്രങ്ങൾ. അതിന് ഏത്? മീൻ സുന്ദുസിൻ വസ്തബറക്ക്. സുന്ദുസ് ഉണ്ടാവും, ഇസ്തബറക്ക് ഉണ്ടാവും. രണ്ടും പട്ടന്നെയാണ്. ഒന്ന് തൊലിയോട് ഒട്ടിണ നെയ്സായ പട്ട്, മറ്റൊന്ന് കട്ടിപ്പട്ട്. രണ്ട് പട്ടുണ്ട്. ഒന്ന് നെയ്സായ തൊലിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കും, മറ്റൊന്ന് ഇത്തിരി കട്ടിയുള്ള പട്ട്. യാ അല്ലാ, പട്ടിന്റെ കുപ്പായം, സ്വർണത്തിന്റെ വള, രത്നത്തിന്റെ കിരീടം. എന്താണ് ഇഷ്ടം? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ മുത്തക്കീന ഫിഹാലൽ അറായിക്, മനോഹരമായ കസേര. മുത്തക്കീ എന്ന് പറഞ്ഞ, മുത്തക്കീന എന്ന് പറഞ്ഞാൽ ചാരി ഇരിക്കുന്നവരായി. കസേര ഇങ്ങനെ മുത്തക്കീന ഫിഹാലൽ അറായിക്, കസേരയിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് പൊട്ടിന്റെ കുപ്പായം, സ്വർണത്തിന്റെ വളയും, രത്നത്തിന്റെ കിരീടവും. സേവനം ചെയ്യാൻ അവിടെ മലക്കുകള്. യാ അല്ലാഹ്, ഹബീബാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്ത് കടന്ന പിന്നെ എല്ലാരും രാജാക്കന്മാരാണ്. സ്വഹാബാക്കൾ അങ്ങനെ വിടുന്നില്ല, ചോദിച്ചറിയുള്ളൂ. അപ്പൊ കുറച്ചാൾ എണീച്ച്, രാജാക്കന്മാരോ? രാജാക്കന്മാര് സേവകന്മാര് വേണ്ട ചോദിച്ചു. ഉണ്ടല്ലോ, അതിനാത്ര സേവകന്മാരാരാന്ന് വെച്ച്. മലക്കുകളൊക്കെ നിങ്ങളെ സേവകന്മാരാ, മുഹമ്മദ് മുസ്തഫ. അതിന് പുറമെ ചെറിയ ചെറിയ കുട്ടികള്, രത്നങ്ങൾ പോലെയുള്ള കുട്ടികൾ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. ഖുദ്മത്തിനായി കാണാമതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് തോന്നും എന്ത് കൗതുകമുത്തുകൾ. മുത്തുപോലെയുള്ള മക്കൾ ഇങ്ങനെ. കള്ള് വേണോ? പാല് വേണോ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്കിപ്പോ കുറച്ച് കള്ളിട്ടണം. കള്ള് റെഡി. നമ്മൾ ഹോട്ടലിൽ പോയിട്ട് 10 മിനിറ്റ് ഇങ്ങനെ ജീരകം തൊള്ളലിട്ട് ചവച്ചിട്ട് അപ്പഴാ അങ്ങനെ ഇരിക്കുന്നു വേണ്ട. മനസ്സിൽ വന്നാൽ അപ്പോ. ഇപ്പൊ തല്ലുകൂടുണ്ടല്ലോ, എത്ര നേരമായി ഓർഡർ ചെയ്തിട്ട് കളിയേക്കാം. ആയാതി പരിപാടി ഒന്നുമില്ല. ഓർഡർ ചെയ്യണതിന് മുമ്പ് സാധനം റെഡി. ഒരാളിപ്പോ ഇങ്ങനെ എന്നിട്ട് പറയണം, എനിക്ക് താറാവിന്റെ ഫ്രൈ കിട്ടണം, അതിക്കൂടി നല്ലൊരു പാലും കിട്ടണം, പിന്നെ കാടപ്പക്ഷിനെ പൊരിച്ചതും കിട്ടണം. റെഡി. എന്ത് പരീക്ഷണം വേണ്ടിയേക്ക. ഇതൊക്കെ കിട്ടിയ മാറൂലേ? അള്ളാഹു പരീക്ഷണം ഒഴിവാക്കി കൊടുക്കട്ടെ. ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിന്റെ പുക ഇങ്ങനെ ഒന്ന് കൊള്ളിക്കും. സ്വർഗത്തിന് ആ ലൈറ്റ് ഇങ്ങനെ കൊള്ളിക്കും. സ്വർഗത്തേക്ക് അടുത്തില്ല ലൈറ്റ്. ഭയങ്കര പരീക്ഷണമുള്ള ആളുകളായിരിക്കും വരും ദുനിയാവില്. ഒരാൾക്ക് ഛർദി, മറ്റാൾക്ക് വയറുവേദന, മറ്റാൾക്ക് ക്യാൻസർ. അപ്പോഴേക്ക് പിന്നെ മൂത്ത മോൾക്ക് അറ്റാക്ക്. അപ്പോഴേക്കും മറ്റേ മോളെ കുട്ടി ഗർഭത്തിൽ അലസിപ്പോയി. രണ്ടാമത്തെ മോളെ കുട്ടിയും കൂടി മരിച്ചുപോയി. ഇയാൾക്കാണെങ്കിൽ ഇതൊക്കെ കൂടി മാറാത്ത തലവേദന. എന്നാ നിസ്കരിക്കുന്നുണ്ടോ, നോമ്പുണ്ട്, ഇങ്ങനത്തെ കുറെ പടപ്പുകളുണ്ടല്ലോ. ഓലെങ്ങനെ കൊടുക്കും. സ്വർഗത്തിന്റെ വാതിലവിടെ ലൈറ്റ് ഒന്ന് അടുപ്പിച്ചു കൊടുക്കും. അതിക്കൂടി ഒരു മണം വരും, സുഗന്ധം.
എങ്ങനെയുണ്ട്? അപ്പൊ ആലോടിക്കും, എനിക്ക് ദുനിയാവിൽ നിന്ന് പരീക്ഷ ഉണ്ടായിട്ടുണ്ടോ? ഒരു പരീക്ഷ ഉണ്ടായിട്ടില്ല. ഈ ലൈറ്റ് കണ്ട് തട്ടുമ്പോഴേക്ക് പരീക്ഷ ആക്കി പോകും. ഇതൊന്നും മറക്കും. എനിക്ക് ദുനിയാവിൽ ഒരു പരീക്ഷ ഉണ്ടായിട്ടില്ല. എന്നാ വേറെ ചില ആൾക്കാരെ നരകത്തിന്റെ പുക ഒന്ന് കൊള്ളിക്കും. നരകത്തിൽ കയറ്റിട്ടുണ്ടാവില്ല ആ പുക. അങ്ങനെ അല്ലോ അത് ഇങ്ങോട്ട് ഉരുകിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഓരോ വിളക്കത്ത് വെച്ച മാതിരിയാവും. ഇങ്ങനെ ഉരുക്കും. അവനോട് ചോദിക്കും, എനിക്ക് ദുനിയാവിൽ വല്ല സുഖം ഉണ്ടായിട്ടുണ്ടോ? ഒരു സുഖം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ എല്ലാ സുഖം മറന്നിട്ടുണ്ടാവും. അതാണ് ആദ്യം പറഞ്ഞതിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. വയൽബസൂന സിയാബൻ ഖുളുറൻ മിൻ സുന്ദുസിൻ വസ്തബറക മുത്തഖീന ഫീഹാ അലൽ അറായിക്, കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരാണ്. നിഅമസ്സവാബു വഹസുനത് മുർതഫഖാ, നിഅമസ്സവാബ് എന്തോ ഒരു പ്രതിഫലാണ്. വഹസുനത് മുർതഫഖാ, നല്ല വിശ്രമ കേന്ദ്രവുമാണ് അവർക്ക് കിട്ടിയത്. ഇനി ഒരു മരണമില്ല, ഇനി ഒരു ജീവിതമില്ല, ഇനി ഒരു അസ്രായേൽ വരൂല, ഇനി ഒരു തക്ലീഫില്ല. എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അതൊക്കെ അങ്ങോട്ട് ചെയ്തോളി. നോന്ന് പറയുന്ന സ്ഥലമല്ലാന്ന്, ഇന്നത് നോന്ന് പറയില്ല. നോന്ന് പറയുന്ന സ്ഥലം പെടുന്നു, അവിടെ നോന്ന് പറയില്ല. ഇതൊരു ICU സെന്ററാണ്. ICUയിൽ രോഗിയെ കയറ്റിയ ഡോക്ടർ പറയും കുടിക്കരുത്, തിന്നരുത്, നോക്കരുത്, മുണ്ടരുത്. അതൊക്കെ ഉൾക്കൊണ്ട് അവിടെ കിടന്നോളണം. ഈ കുടിക്കരുത്, തിന്നരുത്, മുണ്ടരുത് എന്ന് പറയാൻ കാരണം കുടിക്കാനും തിന്നാനും മുണ്ടാനുമാണ് പുറത്തിറങ്ങിയിട്ട്. ഇവിടുന്ന് കുടിക്കും തിന്നും മുണ്ടും ചെയ്താൽ പിന്നെ നാളെ പുറത്തിറങ്ങിയിട്ട് തിന്ന ആളുണ്ടാവില്ല. അതിനാണ് അവര് ആപ്പിൾ ജ്യൂസ് നോ, മുന്തിരി ജ്യൂസ് നോ, പാല് നോ, കഞ്ഞിന്റെ വെള്ളം ഞങ്ങൾ കൊടുക്കും, നിങ്ങൾ കൊടുക്കരുത്, പോ. ഐസിയാണ് ദുന്യാവ് ICU സെന്റർ. നോ എന്ന് പറയുന്നില്ല. കാരണം എന്താ? ഇനി തിന്നാനാ, ഇനി സ്വർഗത്തിലെത്തി എന്തും തിന്നാ, എന്തും കുടിക്ക, ആരേറ്റും കളിക്ക. എന്താ നിങ്ങൾക്ക് ഓർലിങ്ങൾ പറയണം? അത് പറഞ്ഞില്ല എന്നുള്ളക്ക് മൂത്തുകൊക്കെ ഉണ്ട് ഓർത്ത്. അപ്പൊ എല്ലാരും കേൾക്കണല്ലേ? ഓർലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജാതി ഓർലിങ്ങളാണ്. അതൊക്കെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോ എന്താവില്ല, വലിയ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഓർലിങ്ങളപ്പോ ഞാൻ പറഞ്ഞിക്കണില്ല. ഇവിടെ കല്യാണം കഴിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം പറഞ്ഞിക്കണില്ല. ഇന്നും ഉറങ്ങിയിട്ടില്ലല്ലോ. എന്തേ? ശരി, ഉറങ്ങണ സമയമായി. പക്ഷെ എന്നിങ്ങനെ മുഖത്തൊക്കെ ലൈറ്റ് വന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കുക. ഇവിടെ എന്ത് പോലെ നിങ്ങള് കല്യാണം കഴിച്ചോക്കണ്ട, അതിനെ കോലാണ്ടാരാണെങ്കിൽ കല്യാണം കഴിച്ചോക്കണം. കല്യാണം എന്ന് പറഞ്ഞാൽ അതല്ലേ ആഗ്രഹിക്കാത്ത ആളുകൾ മുഴുവനും കടക്കാൻ കൊതിക്കുന്നൊരു വാതില്. എന്നാൽ കടന്ന ആളുകൾ മുഴുവനും പുറത്ത് കിടക്കാൻ തുറന്നു കിടക്കണ വാതിലുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു കൊട്ടാരം, അത്രേ ഉള്ളൂ. കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പുറത്തു പോകണം. കയറുന്നതിന് മുമ്പ് എല്ലാവർക്കും കയറണം. കുട്ടികളും മക്കളൊക്കെ ആയാലും പിന്നെ ബാധ്യത തലയിൽ പേറിയിട്ട് ആ കടമ തീർക്കാൻ വേണ്ടിയിട്ടല്ലേ നടക്കണേ. എന്നിപ്പോ സുഖം ഉണ്ടായിട്ടാ ഇല്ലല്ലോ. എന്നിപ്പോ സുഖമുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ കല്യാണം കഴിച്ചിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതിലുണ്ടാവില്ലേ? കയറി കുടുങ്ങി നീന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? പക്ഷെ ആക്രമിക്കരുത് കേട്ടോ. വേറെ കഷ്ടപ്പാടാണെങ്കിലും ദുനിയാവാണ്. ഇതൊക്കെ തന്നെയാണ്. ഈ ദുനിയാവിൽ എല്ലാവർക്കും ഈ ജീവിതം തന്നെ ആയിരിക്കും. ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ഒരു കോലത്തിൽ അല്ലെങ്കിൽ വേറെ കോലത്തിൽ കഷ്ടപ്പാട് നീങ്ങിയ ഒരു പടപ്പ് ദുനിയാവിലുണ്ടാവില്ല. വലിയ രാജാക്കന്മാർക്കും മലയാളിമാർക്കും വലിയ കഷ്ടപ്പാടുണ്ടാവും. വേറെ സൈസിലായിരിക്കും. എല്ലാം ഒരേ രീതിയിലാവില്ല, വ്യത്യസ്ത രീതിയിലായിരിക്കും മാത്രം. ഇനി കഷ്ടപ്പാടില്ല, സുഖം മാത്രം സ്വർഗത്തിലെത്തിയാൽ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അപ്പൊ ഈ ചിത്രമൊക്കെ എല്ലാവരും മനസ്സിലിങ്ങനെ വെക്കുക. പക്ഷെ സ്വർഗത്തിലെ സംഭവം ഇതൊന്നല്ല. ഫമൻകാന യർജു ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അതാണ് വിഷയം. ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും അത് പൊരുത്തത്തിന് വേറെ പാർട്ണറെ കൂട്ടരുത്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്താൽ ഓൽക്ക് ലിഖാ കിട്ടും. ലിഖാ, അതാണ് സ്വർഗത്തിലെ സമുന്നതമായ മാധുര്യം, സ്വർഗത്തിലെ സമുന്നതമായ സ്ഥാനം, സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖവും റബ്ബിന്റെ ലിഖാ ആണ്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. ഇതാണ് സൂറത്തുൽ ലാസ്റ്റ് ആയത്ത്. ന്യായത്തില്ല. ആ ലിഖാണ് ഏറ്റവും വലിയ സ്വർഗീയ സുഖം. അത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പിന്നെ മരിക്കുമ്പോ തന്നെ ഇവിടുന്ന് ഇതിന്റെ ശൈലിയും ഡോസൊക്കെ കിട്ടുട്ടോ. മരിക്കുമ്പോ ചില ആൾക്കാർ മൂക്കിന്റെ ദ്വാരം വികസിക്കും. മുഅ്മിനീങ്ങൾ
മരണത്തിന്റെ അടയാളമായി മഹല്ലി എന്ന കിതാബിലുണ്ട്, ഫത്തുൽ മുഈനിലുണ്ട്, തുഹഫയിലുണ്ട്. അടയാളങ്ങൾ, ഈമാന്റെ അടയാളം പറഞ്ഞ കൂട്ടത്തിൽ മൂക്കിന്റെ ദ്വാരം വികസിച്ചുകൊണ്ട് മരിക്കുകയാണ്. ഞാൻ അതിനൊന്ന് പഠിക്കാൻ നോക്കി, എന്താ ഈ മൂക്കിന്റെ ദ്വാരം നല്ല മരണം തമ്മിൽ ബന്ധം? അങ്ങനെ ഉണ്ടാവുമല്ലോ, നല്ല വേർപ്പ് ഉണ്ടാവുന്ന മുഅ്മിനീങ്ങൾ മരിക്കുമ്പോൾ. ഞാൻ അതും പഠിച്ചു. എന്താ ഈ നല്ല വേർപ്പ്, എന്താ മരണവും മുഅ്മിനും വേർപ്പും തമ്മിലുള്ള ബന്ധം? അതൊക്കെ പഠിച്ചു നോക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ഈ മൂക്കിന്റെ ദ്വാരം വികസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, മരിക്കണ സമയത്ത് മുഅ്മിനാണെങ്കിൽ ആ മരണ സമയത്ത് സ്വർഗത്തിന്റെ മണങ്ങനെ കയറും മൂക്ക്. അതിൽ ഇയാള് വലിച്ചു കയറ്റാണ്, അപ്പൊ ദ്വാരം വികസിക്കുന്നു. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. ഞാൻ ഹദീസ് കേട്ടോളൂ. ലൻ യഖ്റുജ അഹദുക്കും മിനദ് ദുനിയ ഹത്താ യഅലമ ഐന മസീറു വഹത്താ യറാ മഖഅദഹു മിനൽ ജന്നത്തി വന്നാർ, മിനൽ ജന്നത്തി അവന്നാർ. ഹദീസാണ്. ലൻ യഖ്റുജ അഹദുക്കും, നിങ്ങളിൽ ഒരാളും പുറത്തു പോവില്ല, മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന്, ഹത്താ യഅലം, അവൻ അറിയണവരെ, ഐന മസീറു, എവിടുക്കാപ്പൊ ഞാൻ പോണെന്ന് മരിക്കുമ്പോൾ തന്നെ വിവരം കിട്ടും. നരകത്ത് കാണെങ്കിൽ നരകത്തേക്ക്, സ്വർഗത്തെ കാണെങ്കിൽ സ്വർഗം. അത് മരിക്കുമ്പോൾ തന്നെ സംഗതി വിവരം കിട്ടും. ഹത്താ യഅലം ഐന മസീറു വഹത്താ യറാ, ഒന്നും കൂടി കയറി പറഞ്ഞു, വഹത്താ യറാ, ഓൻ കാണുന്നവരെ, മഖഅദഹു, ഓന്റെ ഇരിപ്പിടം, മിനൽ ജന്നത്തി, സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ, അവിന്നാർ, നരകത്തിൽ. മരിക്കുമ്പോ എവിടെ ഞാൻ പോയിട്ട് നാളെ ഇരിക്കുക എന്നുള്ള ആ സ്വർഗത്തിലെ ഇരിപ്പിടം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹ് അങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഓനായിക്കോക്കെ ഇങ്ങനെ ചിരിക്കും. അതിലാണ് ചില ആൾക്കാരിങ്ങനെ മുഖം ചിരിച്ചു കാണുന്നത്. ആ ചിരി പിന്നെ റൂഹ് പോയാലും മുഖത്ത് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ഇഷ്ടംപോലെ മയ്യത്തിനെ കണ്ടു ചിരിച്ച് കിടക്കണം, ഇഷ്ടംപോലെ മയ്യത്തിന് ചിരിച്ചിങ്ങനെ കിടക്കുക. ആളെ മുഖം തന്നെ രോഗമൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ടിട്ട് പിന്നെ മരിക്കും കൂടി ചെയ്താൽ മുഖം വിവരണാവല്ലേ ഉണ്ട്, മുഖം കൊണ്ട് വെളുത്തിട്ടുണ്ടാവും, ശരിക്കുണ്ടാവും. ഇത് കണ്ടിട്ട് അള്ളാഹു അത് കണ്ടു മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ചെറിയ അബദ്ധമുണ്ട്, ഞാൻ തന്നെ കേട്ടപ്പോഴാണ് മനസ്സിലായത്. മുൻകാലത്ത് സ്വഹാബാക്കളുടെ കാലത്ത് നിക്കാഹിന്റെ മുമ്പായിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നത്. നമ്മൾ നേരെ എതിരാണ് കേട്ടോ. ഉറക്കപ്പാടിൽ പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടായിപ്പോയതാണ്. ആരും എന്നെ തിരുത്തിയിട്ടൊന്നുമില്ല, ആരും അതിന്റെ പേരിൽ വിളിച്ചിട്ടില്ല. പക്ഷെ അത് വേണ്ടത് നേരെ തിരിച്ചാ. അന്ന് നിക്കാഹ് കഴിഞ്ഞ് ഭാര്യ ഭർത്തൃ സംസർഗം കഴിഞ്ഞതിനാണ് പലപ്പോഴും ഭക്ഷണം കൊടുക്കുക. അതാണ് ചില കിതാബിൽ കാണാം അത് സുന്നത്തുമാണ്. ഇന്ന് എവിടെങ്കിലും നടക്കണ്ട, അതാണ് അവിടെ തിരുത്തേണ്ടത് കേട്ടോ. അത് മാത്രമേ ഞാൻ പറയണുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഇരുത്തവും പറച്ചിലും കേൾവിയൊക്കെ നാളെ ഇപ്പൊ ചർച്ച ചെയ്തിട്ടുള്ള അതിനേക്കാൾ സുഖവാസ കേന്ദ്രമായിട്ടുള്ള അതിനേക്കാൾ അവർണ്ണനീയമായ ആ ലിഖായിൽ പെടാൻ സ്വർഗത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഈ ഇരുത്തം അല്ലാഹു അതിന് കാരണമാക്കി തരട്ടെ. നമ്മുടെ ക്ലാസ്സിൽ ഇവിടെ ഇരുന്നീന്ന് മാല കൈ പിടിച്ചിട്ട് പാവപ്പെട്ട ഒരു ബാവ, നമ്മളെ സ്വന്തം ബാവാക്ക, അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്ന് ചായം ചെയ്യുന്നതും. അതോടുകൂടി ഇന്നലെ 2 ആളുകൾ ചായം ചെയ്യുന്നതും കൊടുത്തിട്ടുണ്ട്. ഒന്ന് മമ്മാലിയക്കല്ലേ, മമ്മാലിയക്കല്ലേ അല്ല, നമ്മൾ ഇന്നലെ ദ്വാരുന്നു ദ്വാരക്കാത്ത് മമാലിയക്ക, കുട്ടിയാലിയക്ക, അദ്ദേഹത്തിന്റെ പേരിലും ചായം ചെയ്യുന്ന ഇന്നലെ ഉണ്ടായിരുന്നു. അറിയാത്തോണ്ടാണ് ദ്വാരക്കാത്ത്. അള്ളാഹു തആല അവരുടെ ഖബർ സന്തോഷാക്കട്ടെ. റബീഉൽ അവൽ മാസം വരുമ്പോ ബാവാക്കാനെയും പ്രത്യേകം ഓർക്കും. റബീഉൽ അവൽ, കാരണം പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ചരിത്രം പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകണ ഞാൻ കാണും. ആ മനുഷ്യനെ ഇടക്കാലത്ത് നമ്മളോട് വിട പറഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ, വിശാലായി കൊടുക്കട്ടെ, സന്തുഷ്ടമാക്കി കൊടുക്കട്ടെ, സൗഗന്ധികമാക്കി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെ ഒന്നും നീ ഒഴിവാക്കല്ലേ അല്ലാഹ്. നിന്റെ റഹ്മത്തിലേക്ക് ചേർത്തി പിടിക്കണേ അല്ലാഹ്. നിന്റെ അദാബിന്റെ ബലിയാടുകളാക്കല്ലേ അല്ലാഹ്. ആയുസ് ദീർഘമാക്കി അതൊക്കെ നിന്റെ ത്വഅത്തിലാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, അവസാനം മരിക്കുന്ന സമയത്ത് പുതിയാപ്പിളയായി പോവാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ശരീരം മുഴുവനും ലൈറ്റ് കണ്ട് മുഖം മുഴുവനും വളരെ വിടരുന്ന ചുണ്ടിൽ പുഞ്ചിരിയും പകർത്തി വളരെ സന്തോഷത്തോടെ സുഗന്ധത്തോടെ
ഒരു പുതിയാപ്പിള ഇറങ്ങുന്നതിനേക്കാളും ആനന്ദത്തോടെ ഞങ്ങളെ കുളിപ്പിക്കുമ്പോൾ, ഞങ്ങളെ കബറിലേക്ക് ഇറക്കുമ്പോൾ ഒക്കെ അള്ളാഹുവെ, നാട്ടുകാരെ വിഷമത്തിലും കൂട്ടുകാരെ കരച്ചിലും കുടുംബക്കാരെ ദുഃഖത്തിലാണെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ ദുനിയാവാകുന്ന ഈ ജയിലിൽ നിന്ന് കഴിച്ചിലായി എന്നൽക്ക് കബറിലേക്ക് ഇറങ്ങി സുഖവാസ കേന്ദ്രമായി കബർ മുതലുള്ള സകല കടമ്പകളും വിജയിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. അതിനുമ്പ് ഹ്രസ്വജീവിതം നിന്റെ പൊരുത്തത്തിലാക്കാനുള്ള തോക്കത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ലാ, തകർക്കല്ലേ അല്ലാ, നീ ഒഴിവാക്കല്ലേ അല്ലാ, പരീക്ഷണത്തിൽ പെടുത്തല്ലേ അല്ലാ, രോഗത്തിൽ വരിഞ്ഞു മുറുക്കല്ലേ അല്ലാ, മാരക രോഗം തന്ന് നീ ഞങ്ങളെ പരിശോധിക്കല്ലേ അല്ലാ, മാരണങ്ങളെ കൊണ്ട് ഞങ്ങളെ തളർത്തല്ലേ അല്ലാ. ഈ ചെറിയ ജീവിതത്തിൽ ഞങ്ങൾ ആർക്കും ഭാരമാക്കല്ലേ അല്ലാ. ഞങ്ങളെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരണേ അല്ലാ. കുടുംബങ്ങളോട് മറ്റുള്ളവരോട് ഞങ്ങൾ എല്ലാ നിലക്കും നിന്റെ ഹബീബിനെ പിൻപറ്റി പെരുമാറുന്നവരാക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ ദീനിനു വേണ്ടി പടപൊരുതാൻ ദഅവത്ത് ചെയ്യാൻ നീ ആയുസ്സും ആരോഗ്യം ഞങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, പാവങ്ങളെ സംരക്ഷിക്കാനും സന്തോഷിപ്പിക്കാനും സഹായിക്കാനും ഞങ്ങളെ കുടുംബത്തെ പോറ്റാനും ഹലാലായ പണം നൽകണേ അല്ലാ. ഹറാമായ പൈസയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, പാവങ്ങൾ ഒന്നൊന്നായി വന്നിരിക്കുമ്പോൾ ഒന്നും കൊടുക്കാതെ പോയിക്കോളിയും ദ്വാരക്കാന്ന് പറയാതെ വരുന്നവർക്ക് കൊടുക്കാനുള്ള പൈസ തരണേ അല്ലാ. ഞങ്ങളെ കടങ്ങളൊക്കെ നീ പെട്ടെന്ന് വീട്ടിൽ തരണേ അല്ലാ. കടങ്ങളില്ലാത്ത ഉറക്കമൊഴിച്ച രാവുകളാക്കല്ലേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه. ബാവാക്കാന്റെ ഖബറിനെ സന്തോഷമായി കൊടുക്കണേ അല്ലാ. നമ്മൾ അബൂബക്കറാക്കണേ. പനി എല്ലായിടത്തുണ്ട്, അതിശക്തമായ പനി. എവിടെ പോയാലും പനിയിൽ തളർന്നു കിടക്കുന്നവരെയാണ് കാണാൻ കഴിയും. ഇന്നലെ ഇപ്പം എൻ്റെ വീട്ടില് മദ്ഹുൻ നബി ഞാൻ വീട്ടിൽ സംഘടിപ്പിച്ച കേസാണ്. അപ്പൊ കുടുംബത്തിലെല്ലാവരും വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക ആളുകളൊക്കെ വന്നു. പക്ഷെ പനി പിടിച്ചിട്ട് തളർന്ന് കിടക്കുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ കുടുംബത്തിലുണ്ട്. ഈ ദർസിലും ചില കുട്ടികൾക്ക് പനിയുണ്ട്. അള്ളാഹുത്തലൊക്കെ ഷിഫയായി കൊടുക്കട്ടെ. നമ്മൾ അബൂബക്കർക്ക് പനിച്ചെടുക്കുക എന്ന് പറഞ്ഞു. അള്ളാഹുത്തല അവർക്ക് ഷിഫ പ്രദാനം ചെയ്യട്ടെ, സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ വർക്ക് മുടങ്ങുന്ന രോഗം കൊണ്ട് അള്ളാഹു തളർത്താതിരിക്കട്ടെ. അള്ളാഹു ബഹുമാനപ്പെട്ട കുട്ടികളെയൊക്കെ അദ്ദേഹത്തിന്റെ ഖബറും അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. നമ്മളെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എൻ്റെ പ്രിയങ്കനായ ഉസ്താദിന്റെ വാപ്പ വഫാത്തായ ദിവസമാണ് ഇന്ന്. അവരുടെ വഫാത്ത് ദിനം തന്നെ വ്യാഴാഴ്ചയാണ്. അത് ഞാനും കൂടി പങ്കെടുക്കാൻ വേണ്ടി ഉസ്താദ് മിഞ്ഞാന്ന് അസർക്ക് പള്ളിയിൽ അതിന്റെ പരിപാടിക്ക് നടത്തിയിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. അള്ളാഹു താല ഒരു നാടൻ മനുഷ്യനാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഉസ്താദിനെ ബഹുമാനിക്കുന്ന ആളാണ്. വാപ്പ മോനെ ബഹുമാനിക്കുക ആണ്. ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ വാപ്പ നാടനാണ്, ഉസ്താദ് വലിയ ആലിമാണ്. അപ്പൊ ഉസ്താദിനെ കണ്ട താളമടക്ക് അയച്ചിടും, അങ്ങനെ അയച്ചിടും. ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഇടക്ക് മുമ്പർക്ക്. മനസ്സിലായില്ലേ? പുകവലി ഒരുപാട് ആൾക്കാർ വലിക്കും. ലഹരിയല്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഉസ്താദ് നാട്ടിൽ പോകുമ്പോൾ കൂടെ ഞാൻ പോകും. അപ്പൊ ഉസ്താദിനെ ദൂരേന്ന് കണ്ട സുഖല്ലേന്ന്. മോനെ ബഹുമാനിക്കണ വാപ്പ, അതൊരു തിരിച്ചറിവല്ലോ. അള്ളാഹു താല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, ആഖിറം വെളിച്ചായി കൊടുക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാവർക്കും അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വത്ബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.